എല്ലാവർക്കും നമസ്കാരം. ജാലിസ് ലേഔട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചുമ്മാ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഒരു 3 മണിക്കൂർ ട്രാവൽ ബ്രിസ്ബെയിനിൽ നിന്ന്. ടിൻ ക്യാൻ ബേ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു ബേ സൈഡ് കടൽ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ചുമ്മാ അവിടേക്കൊരു ഡ്രൈവ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഓൺ ദ വേ ഗിംപി എന്ന് പറഞ്ഞ ടൗണിലാണ് നമ്മളുള്ള. കണ്ടില്ല, നല്ല അടിപൊളി ഒരു ലേക്കും ഫൗണ്ടൈനും. നല്ല വെയിലാട്ടോ, അടിപൊളി വെയിലാണ്, നല്ല ചൂടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പക്ഷികൾ കണ്ടില്ലേ, ഇത് ഈ മരത്തിൽ നിറച്ച പക്ഷികൾ കൂട്ടിയ കേട്ടോ. അത് ഈ മരത്തിൽ ഫുള്ള്, ആ മരത്തിൽ, അപ്പുറത്തെ മരത്തിൽ, എല്ലാത്തിലും ഈ കാണുന്ന പക്ഷികൾ, ഈ വെള്ളപ്പക്ഷി കൂട്ടിയേക്കാണ്. നിറച്ചുണ്ട്. ഒരു 10-5 കാണും ഇതിനകത്ത് പക്ഷികളത്. നിറച്ചുണ്ട്, നല്ല അടിപൊളിയാണ്. ഈ ക്യാമറയിൽ അങ്ങ് ഫോക്കസ് ചെയ്ത് കിട്ടുന്നില്ല, പക്ഷേ നിറച്ചും കൂട്ടിയേക്കാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇത് നല്ല താറാവ് കണ്ടോ, നല്ല അടിപൊളി താറാവ്. അത് 4 എണ്ണം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ടൗണിൽ, ഗിംപി എന്ന് പറയുന്ന ടൗണിനൊരു പ്രത്യേകത തന്നെ. എന്താണെന്ന് വെച്ചാൽ പണ്ട് ഗോൾഡ് കിട്ടിയൊരു സ്ഥലമാണ് ഇവിടെ. അതായത് ഗോൾഡ് ഡിഗ് ചെയ്ത് ഗോൾഡ് കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് ഇവിടെ. അപ്പം അതിൻ്റെ ഒരു ഫാക്ടറി, ഗോൾഡ് ചെയ്യുന്ന ഫാക്ടറീൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ അതൊരു മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, പണ്ടത്തെ ആ ടവറും. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എവിടെയാണ് സംഭവം ഗോൾഡ് ചെയ്യുന്നത്. ഗോൾഡ് അതായത് പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്ന ഒരു സെൻറ്ററാണ് ആ കാണുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞ്, ഇത് പണ്ടത്തെ ലിഫ്റ്റാണ് കണ്ടോ, പണ്ടത്തെ ഒരു ലിഫ്റ്റാണ്. ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകുന്ന ഒരു ലിഫ്റ്റാണത്, പണ്ടത്തെ ഒരു ലിഫ്റ്റാണത്. അതങ്ങനെ ഒക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടില്ലേ. എന്നിട്ട് അതങ്ങനെ അങ്ങ് വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒരു മ്യൂസിയം പോലെ ആക്കിയിട്ടാണുള്ളത്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് മ്യൂസിയം ആക്കിയേക്കാണ്. സംഭവം അടിപൊളി കേട്ടോ. പണ്ട് ക്വീൻസ്ലാൻഡിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിർത്തി ഗിംപി എന്ന് പറഞ്ഞ ടൗണാണ്. ഈ ഗോൾഡാണ് ഞാൻ പറഞ്ഞില്ലേ, ഗിംപി, ദ ടൗൺ ദാറ്റ് സേവ്ഡ് ക്വീൻസ്ലാൻഡ്. ക്വീൻസ്ലാൻഡിനെ രക്ഷിച്ച ടൗണാണിത്. സ്വർണം. പണ്ടത്തെ ഒരു തിലാശുണ്ടോ, നല്ല അടിപൊളി തിലാശുണ്ടോ. കൺട്രി ടൗണാണ്. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡൊക്കെ ഇങ്ങനത്തെ റോഡുകളാണ്. നല്ല റോഡാണ്, നല്ല കൺട്രി സൈഡ് വ്യൂസ്, നല്ല അടിപൊളി വ്യൂസാണ്. നല്ല അടിപൊളി കൺട്രി ടൗണുകളാണ് ഇവിടെ പോകുന്ന വഴി കംപ്ലീറ്റ് കാണാനുള്ളത്. കുറേ ഫാമുകൾ, മെക്കഡാമിയ ഫാം, മറ്റേ മാവൻതോപ്പ്, പിന്നെ ചെറിയ ഉണ്ടോ പെട്രോൾ സ്റ്റേഷൻ, അങ്ങനെ ഒരു മൊത്തം കൺട്രി ടൗൺ അറ്റ്മോസ്ഫിയറാണ്. ഓഫ് റോഡിങ് കഴിഞ്ഞ് കുറേ അണ്ണന്മാർ വരുന്നുണ്ടോ, അതേ റൈറ്റ് സൈഡിൽ കണ്ടോ. ആ വഴി മിക്കവാറും ഒരു ഓഫ് റോഡിങ് ട്രാക്ക് കാണുമായിരിക്കും. 2 സൈഡും ഫുൾ പൈൻ മരങ്ങളാണ് കംപ്ലീറ്റ്. കണ്ടില്ലേ, നട്ടുപിടിപ്പിച്ചേക്കണാണത്. നമുക്ക് ഇവിടെ നോക്കിയത് അങ്ങ് ദൂരെ വരെ കാണാം. ആഹാ, നല്ല വിശാലമായ റോഡും 2 സൈഡിൽ ഫുൾ മഞ്ഞ കളർ പൂക്കളും, നല്ല വ്യൂ, അടിപൊളി. ശരിക്കൊരു മറ്റേ മഞ്ഞ കളർ കാർപ്പറ്റ് വിരിച്ചിട്ട് പോലെ റോഡ് 2 സൈഡിൽ. ടിൻ ക്യാൻ ബേ. വെൽക്കം ടു ടിൻ ക്യാൻ ബേ. ഈ ഒരു ടൗണിൽ എങ്ങാണ്ട് 1200 ആൾക്കാരെങ്ങാണ്ടേ ഉള്ളൂ മൊത്തത്തിൽ.
ഇതാണ് ടിൻ ക്യാൻ ബേ ടൗൺ സെന്റർ ആണ്. ഇത് കണ്ടോ, ചെറിയൊരു ഷോപ്പ്. കുറച്ച് ഇതുണ്ട് കേട്ടോ, ടേക്ക് അവേ ഉണ്ട് അവിടെ. പോസ്റ്റ് ഉണ്ട്, ടേക്ക് അവേ ഉണ്ട്, ന്യൂസ് ഏജൻസി ഉണ്ട്, അതേ IGA. നിങ്ങൾ ടിൻ ക്യാൻ ബേ എത്തിട്ടോ. അപ്പം ഇനി ടിൻ ക്യാൻ ബേയിൽ ഇനി രാത്രിക്ക് ഒരു സാധനമില്ല, കുറച്ച് സാധനം വാങ്ങിയത് മാത്രമേ ഉള്ളൂ. കുറച്ച് എന്തെങ്കിലും കുക്ക് ചെയ്യേണ്ട രാത്രിത്തേക്ക്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ ഷോപ്പിൽ വന്നതാണ്. ഏറ്റവും കൂടുതൽ കൺട്രി സൈഡിൽ നമ്മൾ കാണുന്ന ഒരു ഷോപ്പാണ് IGA. നമ്മൾ സിറ്റിയിലേക്ക് വന്ന കോഴ്സും ബോൾവർക്കൊക്കെ ഉണ്ട്. പക്ഷേ കൺട്രി ടൗൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ഷോപ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഗ്രോസറി ഷോപ്പ് എന്ന് പറഞ്ഞാൽ IGA ആണ് ഏറ്റവും വലിയ ഗ്രോസറി ഷോപ്പ്. അപ്പോൾ ഇവിടുത്തെ IGA ആണിത്. നമ്മൾ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം, പക്ഷെ നമ്മൾ ലേറ്റായി. അപ്പോൾ അത് കണ്ടില്ല, നമുക്ക് ലേറ്റ് ആയിട്ട് വന്നപ്പം നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ച്, നമ്മൾ ഇതിനകത്ത് ഇനി കീ എൻ്റർ ചെയ്തിട്ട് നമ്പർ എൻ്റർ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ താക്കോൽ എടുക്കാൻ. അപ്പോഴും നമുക്കറിയുള്ളൂ ഏതാണ് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഏത് അപ്പാർട്ട്മെൻറ്റാണെന്ന് അറിയണമെങ്കിൽ ആ കോഡ് പ്രസ് ചെയ്താലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് കോഡൊന്ന് നോക്കട്ടെ കേട്ടോ. അതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അവിടുന്ന് നേരെ തിരിഞ്ഞത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയാണ് ബേ. കണ്ടോ, ഇത്ര അടുത്താണ്, ജസ്റ്റ് നടന്നങ്ങ് പോന്നായി. അടിപൊളി വ്യൂ ആണ്. എന്താണെങ്കിലും നല്ല കാറ്റ്, നല്ലൊരു തണുത്ത കാറ്റ്. നല്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. വെള്ളം ഇങ്ങനെ കയറി ഇങ്ങ് വരെ കയറുമായിരുന്നു, പക്ഷെ ഇപ്പം ഇറങ്ങി കിടക്കുന്നത്. ഇത് കണ്ടോ, ഇവിടം വരെ കയറേണ്ടതാണ്. അപ്പോൾ ഇത് ഇറങ്ങി കിടക്കണം കേട്ടോ. ഇത് ബോട്ടൊക്കെ ഇഷ്ടം പോലെ ഇവിടെ അവർ പാർക്ക് ചെയ്തേക്കണം, ബോട്ടുകൾ ഇഷ്ടം പോലെ. ഇതിൻ്റെ അങ്ങേറ്റം വരെ അങ്ങ് വരെ നടക്കാനുണ്ട് കേട്ടോ, ഒത്തിരി. ഇതേ അവിടെ ഒരു സ്ഥലം, ഇത് എവിടെയും ബോട്ടുകൾ. ഇവിടെ ചെറിയൊരു പാർക്ക് ഏരിയ ഒക്കെ പോലെ ആയിട്ട് പിള്ളേർക്കൊക്കെ വരാം. നല്ല ലൊക്കേഷൻ എന്തായാലും നമ്മൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്ത അക്കോമഡേഷൻ നല്ല ലൊക്കേഷനിലായിരുന്നു. വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം അങ്ങനെ എടുത്തത്. എന്തായാലും നമുക്കൊരു ഈവനിങ് വാക്കിന് പോയിട്ട് വരാം. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പം നമ്മൾ പോകുന്ന വഴി കുലുല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോണത്. ഫുള്ളി ഇൻസൈഡ് ഫോറസ്റ്റ് ആണ്. റോഡാണെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡും ഇച്ചിരി വൈൻഡി റോഡ്സും കൂടിയാണ്. 100 കിലോമീറ്റർ സ്പീഡിൽ അത്യാവശ്യം നല്ല ഡ്രൈവാണ്. റോഡും ഉണ്ടോ, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ റോഡുണ്ട്. എന്തെല്ലാം സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ, നമുക്ക് അങ്ങ് വരെ കാണാം. വെൽക്കം ടു റെയിൻബോ ബീച്ച്. നമ്മൾ റെയിൻബോ ബീച്ചിൻ്റെ ഒരു സൈഡിൽ വന്നതാണ്. റെയിൻബോ ബീച്ച് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സീൻ ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണത്. ഇത് നോക്കിയാൽ ഇങ്ങോട്ട് നല്ല അടിപൊളി ബീച്ചും നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഈ താഴെ കാണുന്ന ഈ ട്രാക്കിൽ കൂടെ 4 വീൽ ഡ്രൈവ്സ് നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല വണ്ടികൾ ഇങ്ങനത്തെ ഇവിടെ വണ്ടികൾ കിടക്കണം, താഴെ വണ്ടി കിടക്കണം, നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഈ കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ടൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് കളിക്കാൻ പോകട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കാണാം. ചെറിയ ഓഫ് റോഡിങ് ആണ്, 4 വീൽ ഡ്രൈവ് വേണ്ട ഇതിൽ പോകാനായിട്ട്. നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റും കുറച്ച് ഏരിയ വരെ. നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് നോർമൽ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറേ ദൂരം വന്നു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് വെഹിക്കിൾ പെർമിറ്റ് വേണം. പിന്നെ 4 വീൽ ഡ്രൈവിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഉണ്ടോ, 4 വീൽ ഡ്രൈവ്സ് ഓൺലിയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഇവിടം വരെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് നേരെ വിടുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഡ്രൈവ് വന്നാൽ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൻബോ ബീച്ചിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ വിട്ടൊരു ഇൻസ്കിപ്പ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ്. ഇൻസ്കിപ്പ് പെനിൻസുല. അതെന്ന് വെച്ചാൽ നമ്മുടെ ഓസ്ട്രേലിയയിലെ മാപ്പിൻ്റെ, അതായത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും ഒരു അറ്റമാണത്. ഒരറ്റം. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടലാണുള്ളൂ. ഇപ്പോൾ ഈ പോണ വഴിക്ക് കംപ്ലീറ്റ് ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. നമുക്ക് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഒത്തിരി പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട്. നമ്മളുള്ള ഒരു എൻഡ് സ്ഥലത്താണ്. അവിടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒന്നുമില്ല. അത് പിന്നെ ഫ്രീ ആണ്, ഫുൾ കടലാണ് അങ്ങോട്ടേക്ക്. കപ്പലൊക്കെ അവിടെ നിന്ന് വരും, നമുക്ക് കാണാൻ പറ്റും, ചെറിയ കപ്പലുകളൊക്കെ ആയിട്ട്. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ വൈകുന്നേരം വന്നുകൊണ്ട് നല്ല വ്യൂ ആണ് ഇവിടുത്തെ. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയൻ്റെ ഒരു എൻഡിലാണ്. അതായത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം അത് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് പോർഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്.
എന്താ ഈ നമ്മളിപ്പോൾ കണ്ട വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. അതാണ് ഏറ്റവും എൻഡ് പോയിൻ്റ്. അവിടുന്ന് അപ്പുറത്തൊരു ഐലൻഡ് ഉണ്ട്, ഫ്രേസർ ഐലൻഡ്. അവിടത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. അത് ഞാൻ വേറൊരു ദിവസം അത് തന്നെയായിട്ടൊരു വീഡിയോ ഇടാം. പക്ഷേ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അടിപൊളി സ്ഥലം കേട്ടോ. ബീച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലമാണത്. വരുന്ന വഴിക്ക് കുറച്ച് പൈൻ ട്രീസ് നട്ട് ജസ്റ്റ് തളുത്ത് വരുന്നേ ഉള്ളൂ. ആ ഒരു സ്റ്റേജിലുള്ള പൈൻ ട്രീസ് നമുക്ക് ഇവിടെ കാണാം. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഫുള്ള് പൈൻ ട്രീസ് കംപ്ലീറ്റ് ആയിട്ട് ഇത് നട്ട് ഈ സൈഡിൽ നട്ടിട്ടേ ഉള്ളൂ. ഇപ്പുറ സൈഡിൽ കുറച്ചുകൂടി വലുതായത്. ഇതാണ് ഒരു ഏരിയ കണ്ടില്ലേ, നല്ല അടിപൊളി ഏരിയ ആണ്. കംപ്ലീറ്റ് മരങ്ങളും പൈൻ മരവും കംപ്ലീറ്റ് നല്ല അടിപൊളി ഏരിയ ആണ്. ഈ പൈൻ ഫോറസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് കമ്പനീൻ്റെ ആണ് കേട്ടോ. HQ പ്ലാന്റേഷൻ എന്നാണ് അവരുടെ പേര്. അതായത് ക്വീൻസ്ലാൻഡിലെ ഏറ്റവും ലാർജസ്റ്റ് പൈൻ ഗ്രോയിങ് കമ്പനിയാണ്. അതായത് ഈ പൈൻ പോകുന്നത് കംപ്ലീറ്റ് ടിമ്പർ ഇൻഡസ്ട്രിയിലേക്കാണ്. മരം വെട്ടി കംപ്ലീറ്റ് മരത്തിൻ്റെ ഉപയോഗത്തിനാണ് പോകുന്നത്. എക്സ്പോർട്ടിംഗ് ഉണ്ട്, ഇവിടുത്തെ ലോക്കലും ഉണ്ട്. ഇവർക്ക് മൊത്തം ക്വീൻസ്ലാൻഡിൽ 3,20,000 ഹെക്ടറാണ് കേട്ടോ, ഏക്കറല്ല ഹെക്ടർ തോട്ടം ഉണ്ടെന്നാണ് പറയണത്. ഞാനത് തപ്പി പിടിച്ചാണ്. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ഇവരുടെയാണ്. ഈ ഏരിയ മൊത്തം പൈൻ ഫോറസ്റ്റ് ആണ്, ഫുൾ പൈനാണ്. ഞാൻ വിചാരിച്ചത് ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ വലിയൊരു സംഭവമാണ് കേട്ടോ, വലിയൊരു ഇൻഡസ്ട്രിയാണത്, ടിമ്പർ ഇൻഡസ്ട്രി. എങ്ങനെ പിടിച്ചേ? ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് മെക്കഡാമിയ. കണ്ടോ, മെക്കഡാമിയ നട്ട്സാണത്. കണ്ടോ, മെക്കഡാമിയ നട്ട്സാണ്. ഇത് പൊളിച്ചാലാണ് ഇതിനകത്താണ് ഇതുള്ളത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഓൺ ദ വേ ഒരു ഫാം കണ്ടു. നമ്മൾ മെക്കഡാമിയൻ്റെ ഫാം. അവിടെ എന്തായാലും കയറി നോക്കാമെന്ന് വെച്ചാൽ ടൂറ് ഉണ്ട് ശരിക്കും ഇവിടെ. പക്ഷേ ഇപ്പോൾ ടൂറൊന്നും അവർ കണ്ടക്ട് ചെയ്യുന്നില്ല, ഈ കോവിഡും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മളോട് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഈ ഫാമിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കാണുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ടോ അപ്പോൾ താഴെ ഒന്ന് പറക്കിയതേ സാധനം മെക്കഡാമിയ നട്ട്സ്. ഇത് ഇവിടെ തന്നെ ഓറഞ്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ വേറെ ഓറഞ്ച് പറയുന്നത്, ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഒന്ന് നല്ല കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒന്നും ആയിട്ടില്ല, ബാക്കിയെല്ലാം പച്ചയാണ്. ഓറഞ്ച് മരം കുറച്ചവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഈ കാണുന്ന മൊത്തം മെക്കഡാമിയ ഫാമാണ് കേട്ടോ, മൊത്തം മെക്കഡാമിയൻ്റെ ഫാം. അത് നോക്കി ചെയ്തിട്ടുണ്ടോ, ഇഷ്ടം പോലെയാണ് മെക്കഡാമിയ. അതേ മരങ്ങൾ എന്തോരം നോക്കി. ഇതിനകത്ത് ഒത്തിരി ഏക്കറുകളുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ശരിക്കും പോകാം. പക്ഷേ ഇപ്പോൾ ടൂർ ഇല്ലാത്തതുകൊണ്ട് അവരകത്തേക്കൊന്നും ടൂറും ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നമുക്കിവിടെ നിന്ന് കാണാനുള്ളൊരു അവസരം കിട്ടി. അത് തന്നെ നല്ലൊരു കാര്യം. ഇത് കണ്ടോ, മെക്കഡാമിയ നട്ട്സ് പച്ച ഇരിക്കുന്നതുണ്ടോ, പച്ച മെക്കഡാമിയ നട്ട്സ് ഉണ്ട്. അതെ, താഴെ മുഴുവൻ നട്ട്സ് വീണ് കിടക്കുന്നുണ്ടോ, ഫുൾ നട്ട്സ് ഇതിനകത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് നട്ട്സ് കിടക്കണം, കിടക്കണം. താഴെ എല്ലാം ഫുള്ളായിട്ട് വീണ് കിടപ്പുണ്ട്, ബാക്കിയെല്ലാം ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ പച്ച ഇതേപോലെ ഇരിക്കും. പച്ച അത് ശരിക്കും ആവുമ്പോൾ ഇത് എങ്ങനെയാണ്, അത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിക്കണം. ഇത് പൊട്ടിച്ച് തന്നെ പൊട്ടും, ഇതിൻ്റെ പുറത്തെ കവർ തന്നെ പൊട്ടും. ഇതും പൊട്ടിക്കണം. ഇനി പ്രസ് ചെയ്ത് പൊട്ടിക്കണം. എന്നാൽ അതിനകത്താണ് ശരിക്കുള്ള നട്ട്സ് ഉള്ളത്. അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ മെഷീനറീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇത് പറക്കാനായിട്ടുള്ള മെഷീനറീസും JCB അങ്ങനത്തെ ട്രാക്ടേഴ്സ്, കൊണ്ടുവരാനുള്ള ട്രാക്ടേഴ്സ്, അവരുടെ ഷെഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ വീടാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വീട് അവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് ശരിക്കും പോകാൻ പറ്റും, ഇതിൽ വണ്ടി കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് നടക്കണില്ല. ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ഓട്ടം സീസണാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ പച്ച ആയിട്ടേ ഉള്ളൂ. ഇത് മൂത്തിട്ട് തന്നെയല്ലേ കണ്ടോ, നല്ല വരിയായിട്ടാണ് കംപ്ലീറ്റ് ചെടികൾ നട്ടേക്കണേ. ഇതിൻ്റെ ഈ നടുവിൽ കൂടെയാണ് ട്രാക്ടറും ഇത് പറിക്കാനുള്ള
ആ മെഷീനറീസും എല്ലാം ഇതിലെ നടുവ് കൂടെ പോയിട്ട് കളക്ട് ചെയ്തിട്ട് വരികയാണ് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. നല്ല എല്ലാം നല്ല അരിക്കരിക്കായിട്ട് നട്ട് വെച്ചേക്കുന്ന കംപ്ലീറ്റ് നല്ല കറക്റ്റായിട്ട്. അതിന് നമ്പർ ഇട്ടിട്ട് കണ്ടോ 12, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇത് 11 നമ്പർ ഇട്ടിട്ടുണ്ട് കണ്ടോ 11, 12. അപ്പോൾ ഇതോരോ വരീൻ്റെ നമ്പറായിരിക്കും, ഓരോ ലൈനായിരിക്കും, എത്ര റോസ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിലെ വണ്ടി പോയിട്ടാണ്, ഇതിലെ പോയിട്ട് ഇങ്ങനെ പോയി സംഭവങ്ങൾ പറിച്ച് അതിലിങ്ങനെ കൊണ്ടുവരികയാണ്. ഇതിലേക്ക് കംപ്ലീറ്റ് പച്ച വയറിട്ട് ഇതെന്ത്? ഇത് വെള്ളത്തിൻ്റെ സ്പ്രിങ്ക്ലർ ഇട്ടിരിക്കുന്ന കേട്ടോ, വെള്ളം. എന്തായാലും ഇവിടെ നിർത്തിയാണ് നിങ്ങൾക്ക് മെക്കഡാമിയ ഒരു ഫാം കാണിക്കാൻ പറ്റി. പിള്ളേർ കണ്ടില്ലെങ്കിലും മെക്കഡാമിയ നട്ട്സും ഫാമും അതിൻ്റെ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റി, ഞങ്ങൾക്കും ഒന്ന് കാണാൻ പറ്റി. അങ്ങനെ മെക്കഡാമിയ ഫാമിൽ കയറി നമ്മൾ അവരോട് താങ്ക്സും പറഞ്ഞ് സ്ഥലവും കണ്ട് താങ്ക്സും പറഞ്ഞ് ഞങ്ങളത് തിരിച്ച് വീണ്ടും ഡ്രൈവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ കേട്ടോ. കാര്യമായിട്ടുള്ള കണ്ടൻസ് ഇല്ലെങ്കിൽ ഞങ്ങൾ പോയ 2 ദിവസത്തെ ട്രിപ്പും അവിടുത്തെ സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റി. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ അടുത്ത വീഡിയോസൊക്കെ വരുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ ഡ്രൈവ്, 3-3.5 മണിക്കൂർ ഡ്രൈവും കൂടെ ഉണ്ട് വീട്ടിലോട്ട്. നേരെ തിരിച്ച് വീട്ടിലോട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.